ഹലോ, നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ജോൺ ജോൺസിൻ്റെ മനസ്സും ടോം ആസ്പിനിലുമായിട്ടുള്ള ഫൈറ്റും. ഓക്കെ, അപ്പോൾ ജോൺസിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവ് ഉണ്ടല്ലോ, അതായത് ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്നത്, അതിനേക്കാട്ടിലും ആഴമേറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സൈക്കിക് ടൈപ്പ്, ഒരു സൈക്കോ ടൈപ്പ് എന്നുള്ള ഒരു കണക്കൂട്ടലാണ്. നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം ഇതൊക്കെ, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. കാരണം ഈ സ്റ്റീപ്പേ ഫൈറ്റിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ജോൺ ജോൺസ് സ്റ്റീപ്പേക്ക് വേണ്ടി ഒരു സബ്മിഷനാണ് ഒരുക്കി വെച്ചിരുന്നത്. ഞാൻ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടത് വിശ്വസിക്കുന്നു. പക്ഷേ ആ സബ്മിഷനിൽ നിന്ന് പുള്ളി ഒരു വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്പിന്നിങ് ബാക്ക് കിക്ക്, ഭയങ്കര പെയിൻഫുള്ളാണ് ആ അറ്റാക്ക് എന്ന് പറയുന്നത്, ആ രീതിയിലേക്ക് എത്തി. അത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ. പുള്ളിക്ക് പെട്ടെന്ന് കലിപ്പായി. പിന്നെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടെന്ന് ഞാൻ പറയാം. അതായത് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ എംബഡഡിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, സ്റ്റീപ്പേ ജോൺസിനെതിരായിട്ട് ഒരു ബി ചേർത്തൊരു മോശം വേർഡ് യൂസ് ചെയ്തു. ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഇത് കേട്ട ഉടനെ ജോൺസ് അതിന് പ്രതികരിച്ചു. അതായത് അങ്ങനെ ഒരു മോശം വേർഡ് യൂസ് ചെയ്യേണ്ടിയിരുന്നില്ല, ഇനി ഞാൻ തന്നെ കാണിച്ചു തരാം എന്നുള്ളൊരു അറിയാലോ. അപ്പോൾ സ്റ്റീപ്പേ ഓക്കെ. പിന്നീട് ജോൺസിൻ്റെ മനസ്സ് നോക്കുക. ഇത് കേട്ടോടനെ ഒരൊറ്റ വേർഡേ യൂസ് ചെയ്തിട്ടുള്ളൂ, ബി ചേർത്തിട്ടാണ്. ഇത് കേട്ടോടനെ പുള്ളിക്ക് ഭ്രാന്താണ് ജോൺസ്. പിന്നെ എവിടേക്കോ ഏതൊക്കെ വീഡിയോ തപ്പിപ്പെറുക്കിയിട്ട് സ്റ്റീപ്പേ ജോൺസിൻ്റെ കുട്ടികളെക്കുറിച്ച്, മക്കളെക്കുറിച്ചൊന്നും മോശം പറഞ്ഞു എന്നോ ഇങ്ങനെയൊക്കെ. ഞാനും കണ്ടില്ല സ്റ്റീപ്പേ പറയുന്നത്. പക്ഷേ പുള്ളി പറയുന്നത്, പുള്ളിയോട് ചോദിച്ചപ്പോൾ, ജോൺസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ജോൺസ് പറയുന്നത് പഴയ ഏതോ വീഡിയോയിൽ സ്റ്റീപ്പേ ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇത് പുള്ളി ക്രിയേറ്റ് ചെയ്യുകയോ എന്തോ, പുള്ളിക്ക് ആകെ ഇതാവുകയാണ്. നിമിഷം കൊണ്ട് പുള്ളിയുടെ മനസ്സാകെ വേറൊരു ലെവലിലേക്ക് പോയി, നെഗറ്റീവ് ഫ്രം പോസിറ്റീവ് നെഗറ്റീവ്. പുള്ളി പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കുക. അതായത് സിറിൽ ഖാൻ്റെ ഫൈറ്റിൽ എല്ലാം സ്വീറ്റായി, ഇത് ജോൺസ് പറഞ്ഞാണ്, എല്ലാം വളരെ സ്വീറ്റായിരുന്നു. അത് കണ്ടോ, അതിനകത്ത് സിറിൽ ഖാനെ പുള്ളി ഒരു തരത്തിൽ വേദനിപ്പിച്ചൊന്നുമില്ല, നേരെ ടേക്ക് ഡൗൺ ചെയ്തു, സബ്മിഷൻ ചെയ്തു, തീർത്തു. കളി കഴിഞ്ഞൊന്നും തുടങ്ങിയൊന്നും ആരും അറിഞ്ഞില്ല. പക്ഷേ സ്റ്റീപ്പയുടെ ഫൈറ്റിൽ പുള്ളി ആദ്യം തന്നെ പുള്ളി ഒരു കലിപ്പ് മൂഡിലായിരുന്നു. പുള്ളി അങ്ങനെ സ്റ്റീപ്പേനെ റെസ്പെക്റ്റും കാര്യങ്ങളൊന്നുമില്ല, പുള്ളി വേദനിപ്പിക്കാൻ തന്നെയാണ് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ സബ്മിഷൻ മൂഡിൽ നിന്ന് നേരെ ഒരു സ്പിന്നിങ് ബാക്ക് കിക്കിലേക്ക് പുള്ളി ഈ ഒരു ഒറ്റ വേർഡിലാണ് പുള്ളിയുടെ മൈൻഡ് ഫുൾ ചേഞ്ച് ആയത്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ദിസ് ഇസ് ദ റീസൺ വൈ ജോൺ ജോൺസ് ഈസ് ജോൺ ജോൺസ്. പുള്ളിയുടെ മൈൻഡ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്നത്. ഒരു ഗുണാക്കേവ് പോലെ ഒരുപക്ഷെ അതിനേക്കാളും ആഴത്തിലേറിയതായിരിക്കും ജോൺ ജോൺസിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെനിക്ക് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതൊക്കെയാണോടെ വലിയ കാര്യം? ഉണ്ട്, ഞാൻ പറയുന്നതാണ് ലാസ്റ്റ് പ്രൂഫ്. ഈ കളി കഴിഞ്ഞ് പുള്ളി ആ സ്പിന്നിങ് ബാക്ക് കിക്കിൻ്റെ ഫോട്ടോ ജോൺ ജോൺസ് പുള്ളിയുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ സ്പിന്നിങ് ബാക്ക് കിക്ക് എന്നല്ല എഴുതിയിരുന്നത്, സ്പിന്നിങ്, ആ ബി ചേർത്തുള്ള വേർഡ്, ബി കിക്ക്, ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ പുള്ളിക്ക് അത്രമാത്രം ദേഷ്യം ഉണ്ടായിരുന്നു. ഒരു ഒറ്റ വേർഡിൽ പുള്ളിയുടെ മൂഡ് ചേഞ്ചായി. അതുകൊണ്ടാണ് കളി കഴിഞ്ഞതിന് ശേഷം സ്റ്റീപ്പേനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് പകരം പുള്ളി അങ്ങനെ ഇട്ടത്. ആ കലിപ്പ് തീരണില്ല. അപ്പോൾ ഇനിയാണ് ഈ വീഡിയോയുടെ രണ്ടാമത്തെയും അവസാനത്തെയും പാർട്ട്, അതായത് ടോം ആസ്പിനലിൻ്റെ കൂടെയുള്ള ഫൈറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, സ്റ്റീപ്പേ ഒരൊറ്റ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും കലിപ്പ്. ടോം ആസ്പിനലിനോട് എന്തുമാത്രം കലിപ്പുണ്ടായിരിക്കും, എത്രമാത്രം കലിപ്പുണ്ടായിരിക്കും. കാരണം ജോൺസ് വളരെ ഐശ്വര്യമായിട്ട്, വളരെ സൂപ്പറായിട്ട് റിട്ടയർ ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ്. അത് ടോം ആസ്പിനൽ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡക്കിങ് എന്നുള്ള. ജോൺസ് ഇപ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഡക്കിങ് എന്നൊക്കെ പറയുന്നത്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, അതൊന്നും നിങ്ങൾ അതിൽ വീണ് പോകണ്ട. കാരണം പുള്ളിയുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ദേഷ്യം ഉണ്ടായിരിക്കും എന്ന് അറിയോ ടോമിനോട്. പിന്നെ ജോൺസ് തന്നെ റിട്ടയർ ചെയ്യുന്നതിന് പകരം പുള്ളി ഒരു ഐഡിയ കണ്ടെത്തി, അലക്സ് പെരേരയോട് ഫൈറ്റ് ചെയ്യുക. അലക്സ് പെരേര മോശം ഫൈറ്ററാണെന്നല്ല, പക്ഷേ ജോൺസിന് അലക്സ് പെരേരനെ വീഴ്ത്താൻ പറ്റും എന്ന് ജോൺസിൻ്റെ വിശ്വാസമുണ്ട്. കാരണം റെസ്ലിങ്ങും ഗ്രാപ്ലിങ്ങും ഒക്കെ ചെയ്തിട്ട്. എന്ന് മാത്രമല്ല, ഈ അലക്സ് പെരേര ഒരു വലിയ സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ രണ്ടുപേരോട് ഫൈറ്റ് ചെയ്യുമ്പോൾ നല്ല പേയ്മെൻറ്റും കിട്ടും. അത് നല്ല രീതിയിൽ റിട്ടയർ ചെയ്ത് പോകാം എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഈ ടോം ആസ്പിനൽ കംപ്ലീറ്റ് പാർട്ടി നശിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഡാന വൈറ്റ് ഇപ്പോൾ അലക്സ് പെരേരയെ ഈ ഫൈറ്റിന് സമ്മതിപ്പിക്കുന്നില്ല. അപ്പോൾ ടോം ആസ്പിനലിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ജോൺ ജോൺസ് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, അതായത് ഇഷ്ടം പോലെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ പുള്ളി ടോമിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ടോം ആസ്പിനൽ ജയിക്കാൻ വേണ്ടിയായിരിക്കും വരുന്നത്, ജോൺസിനെ തോപ്പിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷേ ജോൺ ജോൺസ് ടോം ആസ്പിനൽ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ പുള്ളി ടോമിനെ വെറും തോപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല വരുന്നത്, ശരിക്കും വേദനിപ്പിക്കാനും കൂടിയായിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ്
അതുകൊണ്ടാണ് ജോൺസ് വേഴ്സസ് ടോം ആസ്പിനൽ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോണോർ ഹബീബ് ഫൈറ്റ് എല്ലാം ആ റെക്കോർഡുകൾ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്യും. അതിലും ഗംഭീരമായിട്ടുള്ളൊരു ഫൈറ്റായിരിക്കും ഇത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തിങ്ക് അബൌട്ട് ഇറ്റ്.